പിന്നെ ഇത് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ വീട്ടുകാർക്കൊന്നും അത്ര ഇഷ്ടമൊന്നുമല്ലായിരിക്കും. അവരിതിനെ വഴക്ക് പറയും, തല്ലും അങ്ങനെയൊക്കെയാണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നോക്കുമ്പോൾ അയ്യോ അവരുടെ കൊച്ചുമക്കള് എന്താ പറയണ സ്നേഹിക്കണു ഇങ്ങനെ വന്നിറങ്ങണു അതൊക്കെ ഒരു പ്രശ്നമായിട്ട് തോന്നും. ശരിയാണ്, ഒരു കാരണന്മാർ അങ്ങനെയൊക്കെ പറയും എങ്കിൽ പോലും അവർക്ക് ഇന്ന വരെയും ഒരു രീതിയിലും ഞാൻ എന്താ പറയണേ അവർക്കൊരു ബാഡ് ആക്കിയിട്ടില്ല. ഞാൻ എന്തുണ്ടെങ്കിലും ഞാൻ ചെന്ന് തുറന്നു പറയും. ഞാൻ പോവുകയാണെങ്കിൽ ഞാൻ ഇന്ന സ്ഥലം വരെയും പോവുകയാണ്, ഞാൻ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇത് ചെയ്യാൻ പോവുകയാണെന്ന് ഞാൻ അത് ശരിയാട്ടോ. പറഞ്ഞിട്ടേ അത് പോവുള്ളൂ. ഒരു കാര്യം ശരിയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ റിലേഷൻഷിപ്പ് തുടങ്ങുന്നത് വരെയും ഞങ്ങൾ വീട്ടിൽ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അവരുടെ വീട്ടിലും പറഞ്ഞിട്ട് എൻ്റെ വീട്ടിലും പറഞ്ഞ് എല്ലാവരും അറിഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അല്ലാതെ ആരും അറിയിക്കാതെയോ നമ്മൾ ഒളിച്ചിരുന്നോ വിളിച്ചിരുന്നു അങ്ങനെയൊന്നും അല്ല. നമ്മളെല്ലാവരും അറിയിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ തുടങ്ങുന്നത്. കള്ളത്തരങ്ങളൊന്നും ഞങ്ങൾ ചെയ്യാറില്ല. എന്തുണ്ടെങ്കിലും അപ്പപ്പ പറഞ്ഞ് തീർക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെയാണ് ഞങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഈ ഒരു അതായത് സോറി ഇഷ്ടം എന്നിങ്ങനെ വീട്ടിൽ പറയാൻ പറഞ്ഞ സമയത്ത് പറഞ്ഞപ്പോഴൊക്കെ വീട്ടുകാർ എന്താ ഇങ്ങനെ ചോദിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവനെ ചെന്ന് തിരക്കി, അവൻ്റെ വീട്ടിലൊക്കെ ചെന്ന് തിരക്കി. അവൻ ഭയങ്കര കള്ളുകുടിയനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവന് സ്വന്തമായിട്ട് ജോലിയില്ല കൂലിയില്ല ഇതെല്ലാം ഞാൻ അറിഞ്ഞ് എന്നോട് എല്ലാ കാര്യം പറഞ്ഞ് എനിക്കറിയാവുന്നതിലും കൂടുതൽ അവർ ചെന്ന് തിരക്കുമോ? അവരിങ്ങനെ വന്ന് പറയും അങ്ങനെയാണ് ഇങ്ങനെയാണ്. എൻ്റെ ഏട്ടൻ്റെ വീട് അറിയാം, എൻ്റെ ഏട്ടൻ്റെ സ്ഥലവും അറിയാം, അമ്മച്ചീനെ വരെ ഞാൻ സംസാരിച്ച് വീട്ടിലാരൊക്കെ ഉണ്ടെന്നെല്ലാം എനിക്കറിയാം. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കുന്ന എന്നോട് അവന് പണിയില്ല, അവൻ അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും? ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല. ഇപ്പം അവർ ചെന്ന് തിരക്കി എനിക്കൊന്നും അറിയില്ല എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അവർ പറയണേ ഞാൻ വേണമെങ്കിൽ വിശ്വസിക്കാം. ഇതെല്ലാം അറിഞ്ഞിരുന്നിട്ട് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു അർത്ഥമില്ല. അങ്ങനെയൊക്കെയായിരുന്നു. അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു താല്പര്യം ഇല്ലായിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം മുതൽ അവർ ഉടക്കാറുന്നു. നമ്മൾ എങ്ങനെയെങ്കിലും പിരിക്കണം, അല്ലെങ്കിൽ ഇവര് ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് അവർ വിചാരിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ പേരിലാണ് അവരങ്ങനെയൊക്കെ പെരുമാറിക്കൊണ്ടിരുന്നത്. അന്നേ തൊട്ട് പ്രശ്നമായിരുന്നു. അതായത് ഞാനിത് പറഞ്ഞ അന്ന് തൊട്ട് എന്നെ അവർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. എന്നെ ഭയങ്കരമായിട്ട് മിക്ക കാര്യങ്ങളും പറഞ്ഞ് ടോർച്ചറിങ്ങാണ്. പക്ഷെ ഞാൻ ഒരിക്കലും അവരോട് ഒന്ന് ഞാനിങ്ങനെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഈ ഫോണിൽ തന്നെ നോക്കിയിരിക്കുമോ അല്ലെങ്കിൽ അവരോട് മിണ്ടാണ്ടിരിക്കുമോ ഞാൻ ഇന്ന് വരെ ഒന്നും ചെയ്തിട്ടില്ല. അവർക്ക് കൊടുക്കേണ്ട ഒരു സ്ഥാനവും സ്നേഹവും കെയറും എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഞാൻ അതെല്ലാം അവർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ തിരിച്ച് എനിക്ക് തന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ? ദ്രോഹിക്കലാണ്.